അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് സ്വർഗവാസികളുടെ പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, ആരോഗ്യം എന്നിവയെക്കുറിച്ച്. മുത്തഖീങ്ങളായ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ഭവനം അവർണ്ണനീയമായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ആ മഹത്തായ പ്രതിഫലത്തിന് ഒരു ഉദാഹരണം പറയാൻ പോലും സൃഷ്ടികൾക്കാവില്ല. സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ ശക്തമായ പരീക്ഷണങ്ങൾ കരുത്തോടെയും ക്ഷമയോടെയും തരണം ചെയ്ത് അവൻ്റെ പ്രീതി കരസ്ഥമാക്കിയ അടിമകൾക്ക് നൽകപ്പെടുന്ന പ്രതിഫലം മോശമാകുമോ? തൻ്റെ ഇഷ്ടദാസന്മാർക്ക് കൊടുക്കുന്ന കൂലി അതിനനുസൃതമായി തന്നെയായിരിക്കുമല്ലോ. അതുതന്നെയാണ് സൂറത്തുർ റഹ്മാനിൽ ഒരു ചോദ്യം: നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ ആകുമോ? സ്വർഗനിവാസികൾക്ക് കർണാനന്ദകരമായ സൗധങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: തീർച്ചയായും സ്വർഗത്തിൻ്റെ ഭിത്തികൾ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ ഇടകലർത്തി കെട്ടിയതായിരിക്കും. അത് തേച്ചു മിനുക്കപ്പെട്ടിരിക്കുന്നത് കസ്തൂരി കൊണ്ടുമായിരിക്കും. അതിൻ്റെ മുറ്റത്തും പരിസരങ്ങളിലുമുള്ള മണ്ണും ചരലും മുത്തും മാണിക്യങ്ങളുമായിരിക്കും എന്ന് യഹ്യ 4-ാം വാള്യം 522 അതിനു പുറമെ ചക്രവാളങ്ങളിൽ നക്ഷത്രങ്ങളെ കാണും പ്രകാരമുള്ള അലങ്കൃതമായ ചെറിയ കൂടാരങ്ങളും ഉണ്ടായിരിക്കും. ചെറുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയിലുള്ള ചെറുപ്പമല്ല ഉദ്ദേശ്യം. അതിലൊന്നിൻ്റെ വിസ്തൃതി 60 മൈലായിരിക്കുമെന്നാണ് ഹദീസിലുള്ളത്. എണ്ണമറ്റ നിലകളുള്ള അത്യുന്നതങ്ങളായ കൂടാരങ്ങൾ സ്വർഗത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മുത്തുകളാലും രത്നങ്ങളാലും അലങ്കൃതമായ ഊഞ്ഞാലും കട്ടിലുകളും ചാരുമഞ്ചകളും അവിടെ ധാരാളമായി സ്ഥാപിക്കപ്പെട്ടിരിക്കും. ഖുർആൻ പറയുന്നു: താങ്കൾ ആ സ്വർഗം കണ്ടു കഴിഞ്ഞാൽ അതിമഹത്തരമായ അനുഗ്രഹങ്ങളും മികച്ച രാജകീയാധിപത്യദാർഢ്യപ്രൗഢികളും അവിടെ എത്തിക്കുമെന്ന് സൂറത്തു ദഹ്റിലുണ്ട്. സ്വർഗനിവാസികൾക്ക് അവരുടെ അമലുകൾക്ക് അനുസൃതം പ്രത്യേകമായി പ്രതിഫലങ്ങളും സജ്ജമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരാൾ 12 റക്അത്ത് ദുഹാ നിസ്കാരം നിർവഹിച്ചാൽ അവൻ അല്ലാഹു സ്വർഗത്തിൽ സ്വർണത്താലുള്ള സൗധം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് എന്നുണ്ടല്ലോ. സ്വർഗവാസികളുടെ വസ്ത്രങ്ങളെല്ലാം പട്ടായിരിക്കും. വിവിധ വർണ്ണങ്ങളാലും ഇനങ്ങളാലും അലങ്കൃതമായ വർണ്ണീയമായ വസ്ത്രങ്ങൾ ഹരിതവർണ്ണത്തിലുള്ള നേരിയ പട്ടുകൾ, കസവ് കൊണ്ട് അലങ്കാരങ്ങൾ തീർത്ത കട്ടിപ്പട്ടുകളുടെ ഉടയാടകൾ. ഖുർആൻ മറ്റിടത്ത് പറയുന്നു: ഉള്ളറകൾ ഘനമുള്ള പട്ടുമെത്തകളിൽ സുഖം ആസ്വദിക്കുന്നവരായി ആ 2 ഉദ്യാനങ്ങളിലെയും പഴങ്ങൾ താഴ്ന്നു അടുത്തിരിക്കുമെന്ന് സൂറത്തുർ റഹ്മാനിലുണ്ട്. അപ്പോൾ സ്വർഗക്കാർക്ക് കുടിക്കാനും ഭുജിക്കാനുമുള്ള പാത്രങ്ങൾ സ്വർണം, വെള്ളി, സ്ഫടികം എന്നിവയിലുള്ളതായിരിക്കും. എത്രത്തോളം അവർ മുടിചീകുന്ന ചീർപ്പുകൾ പോലും സ്വർണത്തിൻ്റെയും രത്നങ്ങളിലൂടെയുമായിരിക്കും. സ്വർഗനിവാസികൾ പ്രഥമ മനുഷ്യരായ ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉയരത്തിൽ 60 മുഴ നീളമുള്ളവരായിരിക്കും. 33 വയസ്സ് പ്രായക്കാരുമായിരിക്കും. ഓരോരുത്തർക്കും ഇഹലോകത്തെ 100 പുരുഷന്മാരുടെ ആരോഗ്യവും ശക്തിയും നൽകപ്പെടും. സർവശക്തനായ അല്ലാഹു മുത്തഖീങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയ സുഖാനുഭൂതികളാൽ ഇതിലെല്ലാം അവയെപ്പറ്റിയെല്ലാം നാം മൊത്തത്തിൽ ഗ്രഹിച്ചാൽ മതി. അതിനപ്പുറത്തേക്ക് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കേണ്ടതില്ല ഒരിക്കലും. നമുക്കിവിടെ ജീവിതം ആനന്ദകരഭൂതമാക്കാൻ അത്യന്താപേക്ഷിതമായ ഒന്നാണല്ലോ ഭക്ഷ്യപാനീയങ്ങളുടെ ഉപയോഗം. സ്വർഗത്തിലും അപ്രകാരം തന്നെയാണ്. അവിടുത്തെ വിശപ്പും ദാഹവും ഉണ്ടാവില്ല. അവിടെ തിന്നുന്നതും കുടിക്കുന്നതുമൊക്കെ ആനന്ദിക്കാനും സുഖിക്കാനുമാണ്. മാംസം, മത്സ്യം, പലഹാരം, പാല് എല്ലാം സ്വർഗത്തിൽ ലഭ്യം. അവ കഴിച്ചാൽ മലമൂത്ര വിസർജനമൊന്നും ആവശ്യമില്ലെന്ന് നാം ഗ്രഹിച്ചുവല്ലോ. ഇവിടെ നല്ല വിരോധിതമായ കള്ളുപോലെയുള്ളത് സ്വർഗത്തിൽ അനുവദനീയമായിരിക്കും. സ്വർഗത്തിലെ മദ്യം കഴിച്ചാൽ ലഹരിയോ തലകറക്കം ഒരിക്കലും ബാധിക്കില്ല.
സ്വർഗനിവാസികൾക്ക് വേണ്ടി സേവനനിരതമായ ബാലന്മാർ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. കാഴ്ചക്ക് കൗതുകമുള്ളതായിരിക്കും അവരുടെ പ്രകൃതി. ഖുർആൻ പറയുന്നു, സേവകരും പരിചാരകരുമായ ആ ബാലന്മാർ സ്വർഗനിവാസികൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ചിപ്പികളിൽ മറക്കപ്പെട്ട മുത്തുകൾ പോലെയായിരിക്കും ആ ബാലന്മാർ. അതേ, സേവനാനുസൃതമായി ഓടി നടക്കുന്ന ആ ബാലന്മാരെ താങ്കൾ കണ്ട വിലപ്പെട്ട വിതറപ്പെട്ട മുത്തുകളാണെന്ന് താങ്കൾക്ക് തോന്നിപ്പിക്കുമെന്ന് സൂറത്തു ദഹ്റിൽ 19 സ്വർഗത്തിലെ ബാലന്മാർ കാലദൈർഘ്യത്താൽ വലുതാവുകയില്ല. അവരെക്കാലവും ബാലന്മാർ തന്നെയായിരിക്കും. സ്വർഗനിവാസികൾ എന്ത് ആവശ്യപ്പെടുന്നുവോ അവ മുഴുവനും അവിടെ നൽകപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ടല്ലോ, ഒരിടത്ത് ഇപ്രകാരം പറയുന്നു, അവർക്ക് സ്വർഗത്തിൽ അവർ ആവശ്യപ്പെടുന്നത് മുഴുവനുമുണ്ട്. അവർ ആവശ്യപ്പെടുന്നതിന് പുറമെ കൂടുതൽ നമ്മുടെ പക്കലുണ്ട് എന്ന് സൂറത്തുൽ ഖാഫിൽ പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കടക്കാനും ഉല്ലസിക്കാനും സ്വർഗത്തിലെ പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും ആരോഗ്യമൊക്കെ നമുക്കും ലഭിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.